പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 187 വചനം, നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സവിസ്തരം പ്രതിപാദ്യമായ വചനം, അതാണ് പഠിച്ചു വരുന്നത്. നമ്മൾ ഉഹില്ല ലക്കും ലൈലത്തസ് സിയാമി റഫസു ഇലാ നിസാഇകും ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുൻ അലിമല്ലാഹു അന്നകും കുൻതും തഖ്താനൂന അൻഫുസകും ഫതാബ അലൈക്കും വഅഫാ അൻകും. ഇതുവരെയാണ് ഏതാനും ക്ലാസ്സുകളിൽ പഠിക്കുകയുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിച്ച, മാപ്പരുളിയ വിഷയം, ചില സഹാബികളിൽ നിന്ന് വന്നുപോയ ആത്മവഞ്ചനയുടെ വിഷയം, ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത്. ഈ തുടർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി ഫൽആന ബാശിറൂഹുന്ന വബ്തഗൂ മാ കതബല്ലാഹു ലക്കും എന്ന് പറഞ്ഞ ഭാഗമാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. നോമ്പിൻ്റെ രാവിൽ അന്നപാനീയങ്ങളും ഭാര്യ ഭർത്തൃ സംസർഗവും പാടില്ലെന്ന ബോധ്യത്തിൽ ചിലരിൽ നിന്ന് ഈ കാര്യങ്ങൾ സംഭവിച്ചു. അവതരണ പശ്ചാത്തലത്തിൽ നമ്മൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ഭാര്യയെ പ്രാപിച്ചത്, കഅബ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഭാര്യയെ പ്രാപിച്ചത്, അതുപോലെ ഖൈസ് ഇബ്നു സർമ അൽ അൻസാരി ഭാര്യ ഭക്ഷണം കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയി. അതിനാൽ അദ്ദേഹത്തിന് ഭക്ഷണം ആവശ്യമുണ്ടായിരുന്നു, കഴിക്കാതെ നോമ്പ് തുടർത്തിയതിനാൽ അദ്ദേഹത്തിനുണ്ടായ ദുരവസ്ഥ. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകി, പശ്ചാത്താപം സ്വീകരിച്ചു. നോമ്പിൻ്റെ രാവിൽ ഭാര്യയെ പ്രാപിച്ചതിൻ്റെയും അതേപോലെ തന്നെ ഭക്ഷണപാനീയങ്ങളുടെയും വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി ഇളവ് അനുവദിക്കുകയാണ്. ഇവിടെ ഫ അൽ ആന ബാശിറൂഹുൻ വബ്തഗൂ മാ കതബല്ലാഹു ലക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിൽ ഈ ഫസിഹത്തിൻ്റെ ഫായാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരാശയം വ്യംഗ്യമാണ്, പാടില്ലാത്ത കാര്യം. അതേപോലെ തൗബ സാക്ഷാത്കൃതമായി, മാപ്പും ലഭ്യമായി. ഇനി അൽ ആൻ ബാശിറൂഹുന്ന എന്നാണ്. അൽ ആൻ എന്ന് പറഞ്ഞാൽ അത് ഇസ്മുൽ ഇഷാറ ഇല സമനിൽ ഹാദിർ എന്ന് പറയും. വർത്തമാനകാലത്തേക്കുള്ള സൂചന തരുന്ന ഇസ്മുൽ ഇഷാറ, ഇപ്പോൾ, ഇന്ന് എന്നൊക്കെ അർത്ഥത്തിൽ. അപ്പോൾ ഫൽ ആൻ പാടില്ലായ്മയ്ക്ക് ശേഷം, തൗബ സാക്ഷാത്കൃതമായതിനു ശേഷം, മാപ്പ് ലഭ്യമായതിനു ശേഷം ഇപ്പോൾ ബാശിറൂഹുൻ, ഇവിടെ ക്രിയ ബാശറ, അതിൻ്റെ കൽപ്പനക്രിയയാണ് ബാഷിർ, ബാഷിറു. ബാഷറ മുബാഷറയെ അർത്ഥമാക്കുന്നു എന്ന് പറഞ്ഞാൽ, മുബാഷറ എന്ന് പറഞ്ഞാൽ എന്താ? ബഷറത്ത് എന്ന് പറഞ്ഞാൽ തൊലിപ്പുറാണ്. ബഷറത്ത് ഇൽസാഖുൽ ബഷറത്തു ബിൽ ബഷറ, തൊലിപ്പുറം തൊലിപ്പുറവുമായി ചേരൽ, ഒട്ടൽ, അതിനാണ് മുബാഷറ എന്ന് പറയുക. അതിൽ നിന്നുള്ള ക്രിയയാണ് ബാഷറ, അതിൻ്റെ കൽപ്പനക്രിയയാണ് ബാഷിർ, ബാഷിറ, ബാഷിറു, നിങ്ങൾ മുബാഷറ നടത്തുക എന്നുള്ളതാണ്. ഇവിടെ എന്താണ് ഉദ്ദേശം? കേവലം തൊലിപ്പുറം ചേരുക എന്നുള്ളതല്ല. ഇവിടെ ഉദ്ദേശം ഈ മുബാഷറ എന്നാൽ അൽ ജിമാ, ഭാര്യ ഭർത്തർ
ലൈംഗിക വീഴ്ചയാണ്. അതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞത്. ഇവിടെ മുബാശറത്ത് കൊണ്ട് ഉദ്ദേശം സംയോഗമാണ്. കാരണം ആയത്തിറങ്ങാൻ കാരണീഭവിച്ചത് അതാണ് വിഷയം. ഉമർ റളിയല്ലാഹു തആല അൻഹു ഭാര്യയെ സമീപിച്ചത്, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഭാര്യയെ സമീപിച്ച വിഷയം. ഫൽ ആന ബാഷിറൂഹുൻ, ഇപ്പോൾ നിങ്ങൾ ഹുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ, ഭാര്യമാർ, അവരുമായി നിങ്ങൾക്ക് സംസർഗത്തിൽ ഏർപ്പെടാം എന്നുള്ളതാണ്. ചിലർ പറഞ്ഞത് മുബാഷറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംയോഗവും അതുപോലെ എല്ലാവിധ ലൈംഗികമായിട്ടുള്ള ഉദ്ദീപനം, വികാരപ്രകടനം, ചേഷ്ടകൾ, ഇതാണ് ഉദ്ദേശം. ഈ മുബാഷറ എന്നുള്ളത് അങ്ങനെ പ്രയോഗിക്കും. ലാ യുബാഷിറു റജുലു റജുല വലൽ മർഅത്തുൽ മർഅ, ഹദീസിൽ കാണാം. ഒരു വസ്ത്രത്തിന് ചുവട്ടിൽ ഒരു ആണ് ആണോടൊത്ത് ചേർന്ന് കിടക്കരുത്, ഒരു സ്ത്രീ സ്ത്രീയോടൊത്ത് ചേർന്ന് കിടക്കരുത്. അവിടെ ബാഷറ യുബാഷിറു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുബാഷിറുൽ മർഅത മിൻ നിസാഇഹി വഹിയ ഹായിദ് ഇദാ കാന അലൈഹാ ഇസാറുൻ ഇലാ അൻസാഫിൽ ഫഖദൈൻ അവി റുക്ബതൈൻ എന്ന് കാണാം. തൻ്റെ ഭാര്യമാർ ഋതുമതികളായിരിക്കെ അവർ, ഇതുപോലൊരു സംഭവം, അൽ അസ്വദും മസ്റൂഖും ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ 2 ശിഷ്യന്മാരാണ്. അവർ പറയുന്നുണ്ട്, അത്തൈന ആയിഷത നസ്അലഹാനിൽ മുബാശറത്തി ലിസ്സായിമി, ഞങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് ചെന്നു നോമ്പുകാരന് മുബാശറയെക്കുറിച്ച് ചോദിക്കാൻ. ഫസ്തഹ്യൈന, പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ലജ്ജയായി. ഫഖുംന ഖബ്ല അൻ നസ്അലഹ, അപ്പോൾ അവരോട് ചോദിക്കാതെ ഞങ്ങൾ എഴുന്നേറ്റു. ഫമശൈന ലാ അദ്രീകം, അങ്ങനെ കുറച്ച് ഞങ്ങൾ നടന്നു പോന്നപ്പോൾ, എത്രയെന്നറിയില്ല, കുറച്ച് നടന്നു. ഞങ്ങൾ പറഞ്ഞു, ജീനാലി നസ്അലഹ അൻ ഹാജത്തിൻ സുമ നർജു ഖബ്ല അൻ നസ്അലഹ, ഒരു വിഷയം ചോദിക്കാനാണ് നമ്മൾ വന്നിട്ട് ചോദിക്കാതെ മടങ്ങുകയോ? അങ്ങനെ എന്ത് ചെയ്തു, അവർ മടങ്ങി ചെന്നിട്ട് യാ ഉമ്മൽ മുഅ്മിനീൻ ഇന്നാ ജീനാലി നസ്അലകി അൻ ഷൈഇൻ ഫസ്തഹ്യൈന, ഉമ്മ ഞങ്ങൾ വന്നത് ഒരു കാര്യം ചോദിക്കാനാണ്, പക്ഷെ ഞങ്ങൾക്ക് ലജ്ജയായി, അതുകൊണ്ട് ഫഖുംന, ഞങ്ങൾ എഴുന്നേറ്റ് പോയി. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താണത്? അപ്പോൾ തിരുദൂതർ നോമ്പുകാരനായിരിക്കെ യുബാഷിറു വഹുവ സായിം എന്നാണ്, മുബാഷറത്ത് ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉദ്ദേശം എന്താ? ആയിഷ റളിയല്ലാഹു അൻഹ മറുപടിയിൽ കാണാം, കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലു വ യുബാഷിർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുംബിക്കാറുണ്ട്. യുബാഷിർ എന്ന് പറഞ്ഞാൽ എന്താ? ഭാര്യയോട് ചേർന്ന് കിടക്കുക എന്നുള്ളതാണ്. ലൈംഗികമായിട്ടുള്ള ബന്ധം പാടുള്ളതല്ല, പക്ഷേ ചേർന്ന് കിടക്കുന്നതിനെ, ചുംബിക്കുന്നതിനെ അങ്ങനെ ഇസ്ലാം തങ്ങൾ ചെയ്തിരുന്നു. അപ്പം മുബാഷറ എന്ന് അതിന് പറയും. അങ്ങനെ ഇവിടെ അർത്ഥം പറഞ്ഞവരുണ്ട്. പക്ഷേ ഈ ആയത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഫൽ ആന ബാഷിറൂഹുൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിധി വ്യക്തമായി, നിങ്ങളിൽ നിന്ന് തൗബ വന്നു, അള്ളാഹുവിൽ നിന്ന് അഫു ഉണ്ടായി, അള്ളാഹു നിങ്ങളുടെ തൗബ സ്വീകരിച്ചു. അൽ ആൻ, ഈ സമയം, ബാഷിറൂഹുൻ എന്ന് പറഞ്ഞാൽ നോമ്പിൻ്റെ രാവുകളിൽ നിങ്ങൾ ഭാര്യമാരുമായി സംസർഗത്തിൽ, ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടുകൊള്ളുക. അവിടെ ബാഷിറു എന്നുള്ള കൽപ്പന അതിൽ ഇബാഹ, അനുവദനീയത്തെയാണ് അറിയിക്കുന്നത്, അനിവാര്യതയെയും നിർബന്ധത്തെയും അത് അറിയിക്കുന്നില്ല. അൽ അംറുലിൽ വുജൂബ്, കൽപ്പന നിർബന്ധ സ്വരത്തിന് എന്നൊരു തത്വമാണ്. പക്ഷേ എല്ലായ്പ്പോഴും കൽപ്പന നിർബന്ധ സ്വരത്തിനല്ല. വിശുദ്ധ ഖുർആനിൽ തന്നെ അതിൽ ധാരാളം തെളിവുകളുണ്ട്. ഫൈദാ ഖുദിയത്തി സ്വലാത്തു ഫന്തശിറു ഫിൽ അർദ്, ജുമാ നമസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫന്തശിറു ഫിൽ അർദ് പറഞ്ഞില്ലേ, മസ്ജിദിൽ നിന്ന് പുറപ്പെട്ട് പോകുന്ന വിഷയമാണ് പറഞ്ഞത്. അതൊക്കെ നിർബന്ധത്തിനല്ല. അതേപോലെയാണ് ഇവിടെയും കൽപ്പന നിർബന്ധത്തിനല്ല, അനുവദനീയം എന്നതിനെയാണ് അത് അറിയിക്കുന്നത്. ഫൽ ആന ബാഷിറൂഹുൻ വബ്തഗു മാ കതബല്ലാഹു ലക്കും. വബ്തഗു, ഇവിടെ ഇബ്തഗ എന്ന് പറഞ്ഞാൽ ഇബ്തിഗ എന്നാൽ തലബ്, ഉത്ലുബു എന്ന അർത്ഥത്തിൽ. ഉത്ലുബു, നിങ്ങൾ തേടുക, അന്വേഷിക്കുക. വാവ് അത്ഫിന്. അപ്പോൾ വബ്തഗു, നിങ്ങൾ അന്വേഷിക്കുകയും തേടുകയും ചെയ്യുക. മാ കതബല്ലാഹു ലക്കും, ഇവിടെ
കതബ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ തന്നെ പലതവണ വന്ന നമ്മൾ വിശദീകരിച്ചൊരു പദമാണ്, മനസ്സിലാക്കിയ പദമാണ് ഈ കതബ. അതിൻ്റെ അർത്ഥം പല അർത്ഥങ്ങളിൽ വരുമെന്ന് പറഞ്ഞ് കുത്തിബ അലൈക്കുമുൽ ഖിസാസ്, അതേപോലെ തന്നെ കുത്തിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗത്ത് എന്നുള്ളിടത്തൊക്കെ ഈ കതബ പല അർത്ഥത്തിന് വരും എന്നുള്ളതും അതിൻ്റെ അർത്ഥങ്ങളുടെ പ്രത്യേകതയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കതബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജഅല, ആ അർത്ഥങ്ങളിൽ ജഅല അല്ലെങ്കിൽ ഖദ, ഖദ്ദറ എന്നൊക്കെ അർത്ഥം. വിധിച്ചു അല്ലെങ്കിൽ നിശ്ചയിച്ചു, ഖദ്ദറ കണക്കാക്കി, ഈ അർത്ഥത്തിലൊക്കെയാണ് ഇവിടെ കതബ. മാ എന്ന് പറഞ്ഞാൽ കണക്കാക്കിയ യാതൊന്ന് ഇസ്മു മൗസൂല. അപ്പോൾ മാ എന്നുള്ളത് അത് പൊതു അർത്ഥം തരുന്ന പദമാണ്, പ്രയോഗമാണ്. അപ്പോൾ വബ്തഗു നിങ്ങൾ അന്വേഷിക്കുകയും തേടുകയും ചെയ്യുക, മാ കതബല്ലാഹു അള്ളാഹു നിശ്ചയിച്ചതെല്ലാം, അള്ളാഹു വിധിച്ചതെല്ലാം, ലക്കും നിങ്ങൾക്ക്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നോമ്പിൻ്റെ രാവിൽ പാടില്ലെന്ന് പറയപ്പെട്ടിരുന്ന, അറിയപ്പെട്ടിരുന്ന ഒരു വിഷയം, ഭാര്യ ഭർത്തൃ ലൈംഗിക ബന്ധവും പാനം ചെയ്യലും ആഹരിക്കലും, അതിൻ്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇളവ് അവതരിപ്പിക്കുകയാണ്. ഫൽ ആന ബാശിറൂഹുൻ എന്ന കൽപ്പനയിലൂടെ ഭാര്യമാരുമായിട്ട് നിങ്ങൾക്ക് മുബാശറയാകാം. മുബാശറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്തൃ ലൈംഗിക ബന്ധം, അതാണ് ഉദ്ദേശം. നമ്മൾ പറഞ്ഞു മുബാശറ എന്നുള്ളതിന് അതല്ലാത്ത അർത്ഥമുണ്ട്, പക്ഷേ ഇവിടെ ഉദ്ദേശം അൽജിമാ, അത് നിർണിതാണ്. കാരണം എന്തുകൊണ്ട്? വബ്തഗു മാ കതബല്ലാഹു ലക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വിധിച്ചത്, നിശ്ചയിച്ചത് എന്തുണ്ടോ അത് നിങ്ങൾ കാക്ഷിക്കുകയും ചെയ്യുക എന്നതിൽ ഈ മാ കതബല്ലാഹു ലക്കും, നിങ്ങൾക്ക് അള്ളാഹു വിധിച്ചത് എന്നുള്ളത് കൊണ്ട് കൂടുതൽ പണ്ഡിതന്മാരും പറഞ്ഞത് സന്താനമാണ്. ഭാര്യ ഭർത്താക്കന്മാർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അള്ളാഹു നിശ്ചയിച്ചതായി അവർ കാക്ഷിക്കുന്നതിൽ ഏറ്റവും പ്രധാനവും മുഖ്യവും സന്താനമാണ്. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് ഭാര്യ ഭർത്തൃ ലൈംഗിക ബന്ധം എന്നത് ഉദ്ദേശമാണ്, നിർണീതമാണ് എന്ന് പറയപ്പെടുന്നത്. പക്ഷേ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാ എന്നാണ് പ്രയോഗിച്ചത്. മാ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ചത് എല്ലാം എന്നർത്ഥത്തിൽ, അല്ലെങ്കിൽ നിശ്ചയിച്ചതെല്ലാം എന്നർത്ഥത്തിൽ. അപ്പോൾ എന്താണ് അവിടെ ഉദ്ദേശം എന്നതിൽ പ്രാമാണികർ പല തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞു അൽ വലദ്. ഇബ്നു അബ്ബാസ്, മുജാഹിദ്, ഇക്രിമ, അൽ ഹസൻ അൽ ബസരി, അദ്ദഹാഖ്, ഇങ്ങനെ തുടങ്ങി പല പണ്ഡിതന്മാരും പറഞ്ഞത് ഈ ഒരു തഫ്സീറാണ്. ചിലർ പറഞ്ഞത് ഫൽ ആൻ ബാശിറൂഹുൻ, ഭാര്യമാരെ നിങ്ങൾക്ക് പ്രാപിക്കാം. വബ്തഗു മാ കതബല്ലാഹു ലക്കും, ഭാര്യമാരെ പ്രാപിക്കുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹു വിധിച്ചത് നിങ്ങൾ തേടുക എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ചത് ഭാര്യമാരെ പ്രാപിക്കാൻ അനുവദനീയമായ ഇടം. സൂറത്തുൽ ബഖറയിൽ തന്നെ ഇനി നമുക്ക് പഠിക്കാൻ വരും. ഫഅ്തുഹുന്ന മിൻ ഹൈസു അമറകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചത് പ്രകാരം നിങ്ങൾ ഭാര്യമാരുടെ അടുക്കൽ ചെല്ലുക എന്നുള്ളതാണ്. അപ്പോൾ ഭാര്യമാരെ പ്രാപിക്കേണ്ടത് അള്ളാഹു അനുവദിച്ചത് ഏത് ഭാഗത്തിലൂടെയാണോ ആ ഭാഗം, അതാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതാണ് ഇവിടെ ഉദ്ദേശം എന്നാണ്. ചിലർ പറഞ്ഞത് വിലക്കപ്പെട്ടതിന് ശേഷമാണ് അള്ളാഹുവിൽ നിന്നുള്ള ഈ കൽപ്പന വന്നത്. അതുകൊണ്ട് തന്നെ വിലക്കപ്പെട്ടതിന് ശേഷം അള്ളാഹുവിൽ നിന്നുള്ള ഇളവും അനുവദനീയവുമാണ് ഈ മുബാശറത്ത്. അതുകൊണ്ട് വബ്തഗു നിങ്ങൾ അന്വേഷിക്കുക, മാ കതബല്ലാഹു ലക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിശ്ചയിച്ച ഇളവിനെയും അനുവദനീയത്തെയും നിങ്ങൾ അന്വേഷിക്കുക എന്ന് തഫ്സീർ ചെയ്തവരുണ്ട്. ചില മുഫസ്സിറുകൾ ഇത് നോമ്പിൻ്റെ രാവുകളിലാണ് ഫൽ ആന ബാശിറൂഹുൻ എന്ന് പറഞ്ഞത്. നോമ്പിൻ്റെ രാവുകളിലാണ് ലൈലത്തുൽ ഖദർ അള്ളാഹുവിൽ നിന്ന് അവതീർണമാവുക. അപ്പോൾ ഭാര്യമാരെ പ്രാപിക്കാൻ ഇളവ് നൽകി
പക്ഷേ ലൈലത്തുൽ ഖദറിൻ്റെ വിഷയം ശ്രദ്ധിക്കാൻ, അതാണ് വബ്തഗൂ മാ കതബല്ലാഹു ലക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിശ്ചയിച്ച ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ അന്വേഷിക്കണം. ഇത് ആ അന്വേഷണത്തിന് തടസ്സമാകാൻ പാടില്ല എന്ന ധ്വനിയിൽ അതാണ് ഇവിടെ ഉദ്ദേശമെന്ന് പറഞ്ഞവരുണ്ട്. ഇതേപോലെ തഫ്സീറുകൾ ഫൽ ആന ബാഷിറൂഹുൻ എന്ന് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാര്യമാരെ സമീപിക്കാൻ അനുവാദം നൽകി. അനുവാദം നൽകിയപ്പോൾ സമീപിക്കാൻ ഉള്ള അവസ്ഥകളുണ്ട്, സമയങ്ങളുണ്ട്. ആ അവസ്ഥകളിലും സമയങ്ങളിലും മാത്രം. ഇപ്പോൾ ഋതുമതിയായിരിക്കെ സമീപിക്കാൻ പാടില്ല, പ്രസവരക്തമുള്ളവളായിരിക്കെ സമീപിക്കാൻ പാടില്ല. ഇങ്ങനെ ചില അവസ്ഥകളുണ്ടല്ലോ, ഇദ്ദയുടെയും അതേപോലെ റിദ്ദയുടെയും ചില യുദ്ധാകാലങ്ങൾ, അതേപോലെ തന്നെ രിദ്ദത്തിൻ്റെ അവസ്ഥകൾ, ഇതൊക്കെ ഉദാഹരിച്ചത് കാണാം. അവിടങ്ങളിലൊന്നും പാടില്ലല്ലോ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിശ്ചയിച്ചതായ അവസ്ഥകൾ, സമയങ്ങൾ, അത് നിങ്ങൾ അന്വേഷിക്കണം മുബാശറക്ക് എന്നാണ് ചിലർ തഫ്സീർ ചെയ്തത്. ഇതേപോലെ വേറെയും തഫ്സീറുകൾ വന്നിട്ടുണ്ട്. പക്ഷേ പ്രാമാണികരായ നമ്മൾ കേട്ടു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളതായ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ അതിൽ നിന്നൊക്കെ വന്നത് ഇവിടെ ഉദ്ദേശം എന്താണ്? വബ്തഗൂ മാ കതബല്ലാഹു ലക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്തൃ സംസർഗത്തിൽ സന്താനത്തെ കാംക്ഷിക്കുക എന്നുള്ളത് സുപ്രധാനമാണ്. അതാണ് ഇവിടെ ഉദ്ദേശം എന്നുള്ളതാണ്. ഫൽ ആന ബാഷിറൂഹുന്ന വബ്തഗൂ മാ കതബല്ലാഹു ലക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൽപ്പന നൽകിയത് കാരണത്താൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിൻ്റെ രാവുകളിൽ ഭാര്യമാരെ സമീപിക്കാറുണ്ടായിരുന്നു. മഹദി ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ തന്നെ പറഞ്ഞതായി കാണാം. ജാ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഫ്തീഹി വ അന അസ്മഉ മിൻ വറാഇൽ ബാബ് എന്നാണ്. ഒരു വ്യക്തി തിരുദൂതരുടെ സവിധത്തിലേക്ക് ഫത്വ ചോദിച്ചു വന്നു. വാതിലിന് പിന്നിൽ നിന്ന് ഞാൻ അത് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ യാ റസൂലല്ലാഹ് തുദ്രികുനി അസ്സലാത്തു വ അന ജുനുബ്, തിരുദൂതരെ ഞാൻ വലിയ അശുദ്ധിക്കാരനായിരിക്കെ നിസ്കാരം വന്നെത്തുന്നു എന്ന് പറഞ്ഞാൽ നോമ്പിൻ്റെ രാത്രി ഒരു വ്യക്തി, അയാൾ ജനാപത്തുകാരനാണ്, ഭാര്യയെ പ്രാപിച്ച്. അദ്ദേഹം ഫജറിൻ്റെ സമയത്ത് ബാങ്ക് വിളിച്ച് പിന്നെ നിസ്കാരത്തിനാണ് ഉണരുന്നത്. അപ്പോൾ നോമ്പ് തുടങ്ങുമ്പോൾ അയാൾ ജനാപത്തുകാരനാണ്, ജനാപത്തുണ്ടായ അവസ്ഥയിലാണ്. അപ്പോൾ അയാൾ ചോദിക്കുകയാണ് അഫ അസൂമു, അങ്ങനെ ആണെങ്കിൽ ഞാൻ നോമ്പ് തുടർത്തണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആയിഷ പറയുകയാണ് വ അന തുദ്രികുനി അസ്സലാത്തു വ അന ജുനുബ്, വ അന ഞാനും തുദ്രികുനി അസ്സലാ നിസ്കാരം എന്നെ കണ്ടെത്തും, വ അന ജുനുബ് ഞാൻ ജനാപത്തുകാരനായിരിക്കെ, ഫ അഗ്തസിലു വ അസൂം ഞാൻ കുളിക്കും, നിസ്കാരത്തിന് വേണ്ടി കുളിക്കും, എന്നിട്ട് നോമ്പ് തുടർത്താറുണ്ട് എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം. അപ്പോൾ ആ ആഗതൻ യാ റസൂലല്ലാഹ് ഇന്നക ലസ്ത മിസ്ലന, തിരുദൂതരെ അങ്ങ് ഞങ്ങളെപ്പോലെയല്ല, ഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വ മാ തഅഖർ, അങ്ങേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും കാലേക്കൂട്ടി ചെയ്തതും പിന്നീട് ചെയ്തതും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തിരിക്കുന്നു, മാപ്പാക്കി ഇരിക്കുന്നു, അങ്ങ് ഞങ്ങളെപ്പോലെയല്ലല്ലോ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു ഫഗളിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യം പൂണ്ടു എന്നാണ്. തിരുദൂതർ പറഞ്ഞു വല്ലാഹി ഇന്നി ല അർജു അൻ അകൂന അഖ്ശാകും ലില്ലാഹ് വ അലമകും ബിമാ അത്തഖി, വല്ലാഹി അല്ലാഹുവാണ് സത്യം, ഇന്നി ല അർജു അൻ അകൂന അഖ്ശാകും ലില്ലാഹ്, നിങ്ങളെക്കാൾ അള്ളാഹുവിന് ഏറ്റവും ഭയപ്പെട്ടവനാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വ അലമകും ബിമാ അത്തഖി, ഞാൻ സൂക്ഷ്മത പുലർത്തുന്നതിൽ നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ബോധമുള്ളവനാകണം, അറിവുള്ളവനാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചു എന്നാണ്. അദ്ദേഹം ആ പറഞ്ഞതിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ അനിഷ്ടമുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം തിരുദൂതരുടെ ആ പ്രയോഗം വ അന തുദ്രികുനി അസ്സലാ വ അന ജുനുബ്, ജനാപത്തുകാരനായിരിക്കെ നിസ്കാരം, ഫജർ നിസ്കാരം എനിക്കും വന്നെത്താറുണ്ട് എന്ന് പറയണേ. എന്ന് പറഞ്ഞാൽ ഫജറിന് മുമ്പ് രാത്രി ഭാര്യമാരുമായി ശയ്യ സഹനം നടത്തി ഫജറിൻ്റെ സമയം തുടങ്ങുമ്പോൾ ജനാപത്തുകാരനാണ്, നിസ്കാരത്തിനും കുളിക്കുന്ന അവസ്ഥ
എന്നിട്ട് അത് നോമ്പ് തുടർത്തുന്ന അവസ്ഥ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അളവിലുണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഫൽആന ബാശിറൂഹുന്ന വബ്തഗൂ മാ കതബല്ലാഹു ലക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ ഇളവ്, ഈ അനുവാദം, കൽപ്പന നിർബന്ധത്തിനല്ലെങ്കിലും അള്ളാഹുവിൽ നിന്നുള്ള ഈ അനുവാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗവൽക്കരിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഒരു ചരിത്ര സംഭവമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആദ്യകാലത്ത് പറഞ്ഞിരുന്നത്, നോമ്പിൻ്റെ രാവിൽ ജനാപത്തുകാരനായിട്ടുണ്ട് എങ്കിൽ ജനാപത്തുകാരനായി നോമ്പ് തുടങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. അഥവാ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൽ നിന്ന് കുളിച്ച് ശുദ്ധി വരുത്തണം എന്ന നിലക്കാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഒരു ചരിത്രം. മർവാൻ ഇബ്നുൽ ഹക്കം വിശുദ്ധ മദീനയുടെ ഗവർണറായിരിക്കെ അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹാരിസ് ഇബ്നു ഹിഷാം ആയിഷ റളിയല്ലാഹു തആല അൻഹയും ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയും അദ്ദേഹത്തോട് പറഞ്ഞ വിഷയം മർവാനോട് അവതരിപ്പിച്ചു. എന്താണ് അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹാരിസ് ഇബ്നു ഹിഷാമിനോട് ആയിഷയും ഉമ്മു സലമയും റളിയല്ലാഹു അൻഹുമ പറഞ്ഞത്? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുദ്രികുഹുൽ ഫജ്റു ഫീ റമദാന വഹുവ ജുനുബ് മിൻ ജിമാഇൻ ലാ മിൻ ഹുൽമിൻ സുമ്മ യഗ്തസിലു വയസൂം വലാ യഖ്ദി. ഇതാണ് പറഞ്ഞത്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ കണ്ടെത്തും എന്ന് പറഞ്ഞാൽ ഫജ്റിൻ്റെ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി റമദാനിൽ വഹുവ ജുനുബ്, ജനാപത്തുകാരനായിരിക്കെ. ഫജ്റിൻ്റെ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണരുക. ആ ജനാപത്ത് മിൻ ജിമാഇൻ ലാ മിൻ ഹുലുമിൻ, ഭാര്യമാരെ പ്രാപിച്ചിട്ടാണ് ജനാപത്തുകാരൻ, അല്ലാതെ സ്വപ്നത്തിൽ അല്ലെങ്കിൽ ഉറക്കിൽ സ്ഖലനം ഉണ്ടായിട്ടല്ല. അപ്പോൾ നോമ്പ് തുടങ്ങുമ്പോൾ ഫജ്റിൻ്റെ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാപത്തുകാരനാണ്. സുമ്മ യഗ്തസിൽ, പിന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കുക. വയസൂമു വലാ യഖ്ദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്തിരുന്നു, നോമ്പ് വീട്ടിയിരുന്നില്ല. ഇതാണ് മഹദികൾ പറഞ്ഞതായി ഈ അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹാരിസ് ഇബ്നു ഹിഷാം മർവാനോട് പറഞ്ഞത്, മർവാൻ ഇബ്നുൽ ഹക്കമിനോട്. അപ്പം മർവാൻ ഇത് പറഞ്ഞ അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹാരിസിനോട് പറഞ്ഞു, ഉഖ്സിമു ബില്ലാഹ് ലതുഖരിഅന്ന ബിഹാ അബാ ഹുറൈറ, എങ്കിൽ ഞാൻ ഇത് ആണയിട്ട് പറയുന്നു, ഇത് നിങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ കാതിൽ എത്തിക്കുക തന്നെ വേണം. അബൂ ഹുറൈറയെ ഇത് കേൾപ്പിക്കണം. പക്ഷേ അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹാരിസ് ഇബ്നു ഹിഷാമിന് അപ്പോൾ അത് കേൾപ്പിക്കാൻ ഒരനിഷ്ടം ഉണ്ടായി, താല്പര്യപ്പെട്ടില്ല. പക്ഷേ പിന്നീട് അദ്ദേഹം പറയുന്നത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ദുൽഹുലൈഫയിൽ, ദുൽഹുലൈഫ എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്ന് 10 കിലോമീറ്റർ തെക്ക് മദീനക്കാരുടെ മീഖാത്തായ ഇന്ന് അബയാർ അലി എന്ന പേരിൽ അറിയപ്പെടുന്ന ദുൽഹുലൈഫ എന്ന സ്ഥലം, അവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് വീടുണ്ടായിരുന്നു, സ്ഥലമുണ്ടായിരുന്നു. അവിടെ ഇവർക്ക് ഒത്തുകൂടാൻ അവസരം ഉണ്ടായി, അബൂ ഹുറൈറക്കും അബ്ദുറഹ്മാനും റളിയല്ലാഹു അൻഹുമ. അപ്പം അബ്ദുറഹ്മാൻ അബൂ ഹുറൈറയോട് പറഞ്ഞു, ഇന്നി ദാകിറുൻ ലക അംറൻ ലൗലാ മർവാനു അഖ്സമ അലയ്യ ഫീഹി ലം അദ്കുറുഹു ലക്, എനിക്ക് താങ്കളോടൊരു കാര്യം ഉണർത്തണം. മർവാൻ എന്നോട് ആണയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളിത് കേൾപ്പിക്കണമെന്ന്, അതില്ല എങ്കിൽ ഞാനത് പറയുമായിരുന്നില്ല. ഇതാണ് അബൂ ഹുറൈറയോട് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹയും ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയും പറഞ്ഞത്, അബൂ ഹുറൈറയെ കേൾപ്പിച്ചപ്പോൾ അബൂ ഹുറൈറ പറഞ്ഞു എന്നാണ്, അഹുമാ ഖാലതാഹു ലക്, അവരിരുവരും അഥവാ ആയിഷയും ഉമ്മു സലമയും റളിയല്ലാഹു അൻഹുമ അവർ താങ്കളോട് ഇത് പറഞ്ഞോ? അപ്പോൾ അബ്ദുറഹ്മാൻ പറഞ്ഞു ഞാൻ. അപ്പോൾ അബൂ ഹുറൈറ പറഞ്ഞു, ഹുമാ അഅലമു, ആയിഷയും ഉമ്മു സലമയുമാണ് ഏറ്റവും നന്നായി അറിയുന്നവർ. കാരണം അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, തിരുദൂതരോടൊപ്പം ശയ്യയിൽ കഴിഞ്ഞുകൂടിയവർ. അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ അറിവുള്ളവർ. എന്നിട്ട് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹാരിസ് ഇബ്നു ഹിഷാമിൻ്റെ പുത്രൻ അബൂബക്കർ എന്നവരാണ്. അദ്ദേഹം പറയുന്നത്, സുമ്മ റദ്ദ അബൂ ഹുറൈറത മാ കാന യഖൂലു ഫീ ദാലിക ഇലൽ ഫദ്ൽ ഇബ്നു അബ്ബാസ്. അപ്പോൾ അബൂ ഹുറൈറ പറയാണ്,
ഞാൻ പറഞ്ഞിരുന്നത് ഫളുൽ ഇബ്നു അബ്ബാസ് പറഞ്ഞതിനാലാണ്. സമീഅതു ദാലിക മിനൽ ഫളുൽ വലം അസ്മഉഹു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടിട്ടില്ല. പിന്നെയോ ഫളുൽ പറയുന്നതാണ്, ഫളുൽ ഇബ്നു അബ്ബാസ് പറയുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്നിട്ട് റാവി പറയുന്നത് ഫറജ അബൂ ഹുറൈറത അമ്മ കാന യഖൂലു ഫീ ദാലിക്, ഈ വിഷയത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നതിൽ നിന്ന് അദ്ദേഹം മടങ്ങി എന്നാണ്. അദ്ദേഹം തൻ്റെ അഭിപ്രായത്തെ പിൻവലിച്ചു. എന്നിട്ട് ആയിഷയും ഉമ്മു സലമയും റളിയല്ലാഹു അൻഹുമ പറഞ്ഞത് അദ്ദേഹം അതായിരുന്നു പിന്നീട് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നാണ് ഇവിടെ ഈ സംഭവത്തിലുള്ളത്. ഒരു വിഷയത്തിൽ ഒരു സുന്നത്ത് ബോധ്യപ്പെട്ടാൽ, തിരുചര്യ സ്ഥിരപ്പെട്ടാൽ, പിന്നെ തൻ്റെ അഭിപ്രായത്തെ പിൻവലിച്ച് തിരുചര്യക്ക്, സുന്നത്തിന് പ്രാമുഖ്യവും പ്രാധാന്യവും കൽപ്പിക്കുക എന്നുള്ളൊരു വിഷയം അതിവിടെ നമ്മൾ പഠിക്കുന്നു. അബൂ ഹുറൈറ എത്ര മഹാനായ സഹാബിയാണ്. തിരുദൂതരെ ഒരു നിഴല് പോലെ പിന്തുടർന്ന് കേട്ടും അറിഞ്ഞും അനുഭവിച്ചും വളർന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. പക്ഷെ അദ്ദേഹം പറഞ്ഞതിന് വ്യത്യസ്തമായിട്ടാണ് സുന്നത്ത് വന്നത് എന്നതറിഞ്ഞപ്പോൾ, അത് സ്ഥിരപ്പെട്ടപ്പോൾ അദ്ദേഹം തൻ്റെ അഭിപ്രായത്തെ വിഗണിച്ചു, സുന്നത്തിന് പ്രാധാന്യം കൽപ്പിച്ചു. അദ്ദേഹം തൻ്റെ ആ ഒഴിവ് കഴിവ് ഉണർത്തുകയും ചെയ്തു എന്നുള്ളത് നമ്മളിവിടെ വായിക്കുമ്പോൾ ആ വിനയവും താഴ്മയുമാണ് അവരെയൊക്കെ എന്നേക്കുമായി ഉയർത്തിയത് എന്ന് നമ്മളിവിടെ പഠിക്കുന്നു. ഇവിടെ വിഷയം നമ്മുടെ ആയത്തുമായി ബന്ധപ്പെട്ട് ഫൽ ആന ബാശിറൂഹുന്ന വബ്തഗൂ മാ കതബല്ലാഹു ലക്കും. നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിൻ്റെ റമദാൻ്റെ രാവുകളിൽ ഭാര്യമാരെ സമീപിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൽപ്പിച്ചതനുസരിച്ച് നൽകിയ ഇളവ്, ഈ അനുവാദം അത് പ്രയോഗവൽക്കരിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ്. ഒപ്പം ഫജ്ർ ഉദിക്കുന്ന അവസ്ഥയിലും ജനാപത്തുകാരനായി തുടർന്നു നിസ്കാര സമയത്തേക്ക് മാത്രമാണ് കുളിച്ച് ശുദ്ധി വരുത്തിയിരുന്നത് എന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചില മസ്അലകളുണ്ട്. ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ തുടർന്ന് പഠിക്കും. വകുലു വഷ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ എന്ന ഭാഗം വിശദീകരിക്കുമ്പോൾ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.